Father Dr. Sibichan. I invite you, Father, for the welcome speech. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രമീള ദേവി മാഡം, മെമ്പർ കേരള വിമൻസ് കമ്മീഷൻ, പ്രിൻസിപ്പൽ വർഗീസ് ചെറിയൻ സർ, ഡോക്ടർ എ ജോൺ HOD ML ഡിപ്പാർട്ട്മെൻറ്റ്, മിസ്റ്റർ കെ ഒ ഷംസുദ്ദീൻ സർ, ഡയറക്ടർ സെൻറ്റ് ജോസഫ് TTA മാമാനം, പ്രിയ അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകത്തിൽ വലിയൊരു സന്തോഷമുണ്ടായി. വേറൊരു ക്രിസ്തുമസ് പ്രസംഗം പറയാനോ ക്രിസ്തുമസിനെ കുറിച്ചൊരു സന്ദേശം പറയാനോ ഒന്നും ഉള്ള ഒരു സാവകാശം എനിക്കിപ്പോഴില്ല. കാരണം പ്രമീള മാഡം വളരെ ഇന്ന് 9-10 പരിപാടികളിൽ പങ്കെടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാഡം ഇതിന് ഇടയിലെല്ലാം നമ്മളോട് സഹകരിക്കും. ഇവിടെ സമ്മതിച്ച് ഇത്ര ബുദ്ധിമുട്ടി മാമാനം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വഴി ചോദിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാലും വാഹനങ്ങൾ കയറരുത് എന്നുള്ള ബോർഡൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ വാഹനങ്ങൾ കയറരുത് എന്ന് പറയുന്നിടത്തൂടെയൊക്കെ കയറി വരിക എന്ന് പറയുന്ന പുറത്തുനിന്ന് വരുന്നതിനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെന്നും വരുമ്പോൾ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി തിരക്കിനിടയിലും ഞങ്ങളോട് ഉള്ള സ്നേഹത്തെ പറ്റി ചാവറയച്ചൻ വിശുദ്ധനാകുന്നതിനുള്ള ഒരുക്കം നടക്കുമ്പോൾ മാഡത്തെ മാനാനത്തിലൂടെ വന്ന് പരിചയപ്പെടാനൊക്കെയിടയായി. അന്നത് വോളണ്ടിയേഴ്സിനുള്ള ഒരു മീറ്റിങ്ങിൽ മാഡം സംസാരിച്ചിരുന്നു. അന്ന് മാഡത്തിൻ്റെ പ്രസംഗം ഞാൻ ഇന്നലെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. ആ പ്രസംഗത്തിൽ മാഡം പറഞ്ഞത് ചാവറയച്ചനെ കുറിച്ച് 15 വർഷം മുമ്പ് UNOയിലെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ ഒരു സാൻ ഫ്രാൻസിസ്കോയിൽ കൂടിയ ഒരു യോഗത്തിൽ മാഡം ചാവറയച്ചനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി 15 വർഷം മുമ്പ്. അപ്പോൾ അങ്ങനെ ചാവറയച്ചനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എത്തിക്കുന്ന ഒരു കേരളത്തിൻ്റെ അഭിമാന താരമെന്ന് ഞാൻ വിളിക്കും പ്രമീള ദേവി മാഡം. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഞങ്ങളുടെ പ്രിൻസിപ്പൽ വർഗീസ് സാർ, എല്ലാത്തിനും ഞങ്ങളുടെ സഹായവും തുണയും സപ്പോർട്ടും ഒക്കെയാണ് വർഗീസ് സാർ. സാറിനെ എല്ലാവരുടെയും നാമത്തിൽ ഔദ്യോഗികതയുടെ പേര് മാത്രം സ്വാഗതം ചെയ്യുന്നു. ഷംസുദ്ദീൻ സാറിനെയും ജോൺ സാറിനെയും നിങ്ങളെല്ലാവരും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. Thank you, Father. He is an epitome of simplicity and intelligence, a marvel of enthusiasm, a fine leader who has distinguished himself as a good educator. Our principal, Dr. Varghese Cherian sir, is truly the success of our institution. Sir, I request you to deliver the message. ഇന്നത്തെ യോഗത്തിൻ്റെ വിശിഷ്ടാതിഥി എൻ്റെ കമ്മീഷൻ മെമ്പർ ഡോക്ടർ പ്രമീള ദേവി മാഡം, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ജോസഫ് കുടുംബാംഗങ്ങളെ, ആദ്യമേ തന്നെ ഏവർക്കും ക്രിസ്തുമസിൻ്റെ ആശംസകൾ, സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആശംസകൾ നേർന്നു. പ്രത്യാശയുടെ, സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു ദിനമാണല്ലോ ക്രിസ്മസ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രതീക്ഷയോടുകൂടി ലോകം കാത്തിരുന്ന ഒരു രക്ഷകന്റെ വരവാണ് ക്രിസ്മസ് കൊണ്ട് നാം ആഘോഷിക്കുന്നത്. എല്ലാ കാലത്തും മനുഷ്യൻ ഇത്തരത്തിലുള്ള രക്ഷകന് വേണ്ടി വലിയ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രത്യാശയോടെ കാത്തിരുന്നു. ഒരു കാലത്ത് ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന തലമുറയ്ക്ക് ആഹാരമായിട്ട്, ഭക്ഷണമായിട്ട്, മണ്ണയും കാളപക്ഷിയുമായിട്ട് ദൈവത്തെ അവൻ പ്രത്യാശയോടെ കാത്തിരുന്നു. അതിനുശേഷം അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയ്ക്ക് ഒരു നേതാവിനെ എന്ന പോലെ ഒരു നേതാവിനെ അന്വേഷിച്ചുകൊണ്ട് അവൻ കാത്തിരുന്നു. അതിനുശേഷം യുദ്ധങ്ങളുടെ നടുവിൽ, ഏറെ പോരാട്ടങ്ങളുടെ നടുവിൽ കഷ്ടത അനുഭവിച്ച തലമുറയ്ക്ക് ഒരു വലിയ രാജാവിനെ അന്വേഷിച്ച് അവർ കാത്തിരുന്നു. ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകരക്ഷകൻ ഭൂമിയിലേക്ക് പിറന്നു വന്നു. ഒരു സാധാരണക്കാരായി കാലിത്തൊഴുത്തിൽ പിറന്ന രക്ഷകൻ ഒരു വലിയ രാജാവായിട്ടോ, ഒരു വലിയ പോരാളിയായിട്ടോ, ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയെന്ന രീതിയിലോ, അല്ലെങ്കിൽ മഞ്ഞയും കാളപക്ഷിയും പോലെ വലിയ സൗഭാഗ്യങ്ങൾ നമുക്ക് തരുന്ന ഒരു വ്യക്തിയായിട്ടോ അല്ല രക്ഷകൻ ഈ ലോകത്തിലേക്ക് പിറന്നു വന്നത്. പിന്നെയോ ഒരു സാധാരണ വ്യക്തി എന്ന രീതിയിൽ ഒരു ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ കല്ലിടാറിൽ ലോകത്തേക്ക് പിറന്നു വന്ന രക്ഷകൻ. അദ്ദേഹം എന്താണ് ലോകത്തിന് സംഭാവന നൽകിയത്? ഈ പറഞ്ഞ കാര്യങ്ങളോ പ്രത്യാശയോടെ നാം കാത്തിരുന്ന കാര്യങ്ങളോ ഒന്നും അല്ല. മറിച്ച് ലോകരക്ഷകർക്ക്
ലോകത്തിലെ എല്ലാ വ്യക്തികൾക്കുമായിട്ട് സമാധാനം, ഹൃദയത്തിൽ ശാന്തിയുള്ളവർക്ക് സമാധാനം ആശംസിച്ചുകൊണ്ട് രക്ഷകൻ കടന്നു. ഒരുപക്ഷെ 2000 വർഷങ്ങൾക്കും ശേഷവും നാം ഇന്ന് ആഗ്രഹിക്കുന്നത് ആഹാരത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടമല്ല, അല്ലെ യുദ്ധങ്ങളിൽ നമ്മളെ രക്ഷിക്കാനുള്ള നെട്ടോട്ടമല്ല. അതിനപ്പുറമായിട്ട് ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും, എല്ലാ സൗഭാഗ്യങ്ങളും നമ്മൾ കടന്നു വരുമ്പോൾ ഏറ്റവും അസമാധാനവും അശാന്തിയും നിലനിൽക്കുന്ന ഒരു തലമുറയ്ക്ക് ശാന്തിയും സമാധാനവും എഴുതിയ രക്ഷകൻ ഇന്നും എത്രയോ പ്രസക്തമാണ്. അങ്ങനെയുള്ള രക്ഷകനിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നടുവിൽ അശാന്തിയുടെയും അസമത്വത്തിന്റെയും ഒക്കെ വേരൂന്നി നിൽക്കുന്ന സമൂഹത്തിൽ ഒരു ശാന്തിയുടെയും സമാധാനത്തിന്റെയും നല്ല ഹൃദയമുള്ളവർക്ക് സമാധാനം ആശംസിച്ചുകൊണ്ട് ഒരു രക്ഷകൻ കടന്നു വന്നു. ഈ രക്ഷകന്റെ ഓർമ്മയായിരിക്കും, ഓർമ്മയുടെ വലിയ പ്രത്യാശയാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾക്ക് പരസ്പരം ആശംസിക്കാനുള്ളത്. അത്തരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന ജോസഫ് കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിന്റെ പ്രത്യേകമായിട്ടുള്ള മംഗളങ്ങൾ ആശംസിക്കുന്നു. ഒപ്പം നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. Thank you, sir. Now, it's a time to put a full stop to our expectation. We can invite the most awaited chief guest, a woman of versatile personality, Dr. Premila Devi. She is a member of UN Peace Committee, national trainer of UGC Women Empowerment Program, and she has won many awards for her writing. At present, she is a member of Kerala Women Commission, and she is working as a professor at SVI NSS College, Thrissur. Let's open our heart, clear our mind, and sharpen our ears to her voice. Ma'am, I cordially invite you to convey a Christmas message. ബഹുമാന്യനായ ഫാദർ ഡോക്ടർ സി.വി. ചന്ദ്രൻ, പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് കെ ചെറിയാൻ, ഡോക്ടർ എ. ജോൺ HOD, ഡോക്ടർ മിസ്റ്റർ കെ.ഒ. ഷംസുദ്ദീൻ, മിസ് ആഷാ ബി നായർ, ഇവിടെ സന്നിഹിതരായ സഹൃദയരായ ഈ സ്ഥാപനത്തിൻ്റെ ഭാഗഭാക്കുകളായ മഹത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പ്രകൃതി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ക്രിസ്മസ് എന്ന അത്യപൂർവമായ അതിവിശിഷ്ടമായ സന്ദർഭത്തിന് വേണ്ടി പ്രകൃതി സ്വയമേവ ഒരുങ്ങിയിരിക്കുന്നു. മഴ മാറി പകലുകളിൽ ആകാശം തെളിഞ്ഞ് സ്വച്ഛനീലമായിരിക്കുന്നു. പ്രഭാതങ്ങളും രാത്രികളും മഞ്ഞുകൊണ്ട് തണുത്ത് മനോഹരമായിരിക്കുന്നു. തെളിഞ്ഞ രാത്രികളിൽ നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നു. പ്രകൃതി ഇങ്ങനെ ഒരു മാറ്റം, ഇങ്ങനെയൊരു തയ്യാറെടുപ്പ് നടത്തുന്നത് തീർച്ചയായും അതിവിശിഷ്ടമായ ഒരു സംഭവത്തിൻ്റെ മുന്നൊരുക്കമെന്ന നിലയ്ക്കാണ്. എന്തുകൊണ്ട് ഡിസംബറിൽ ദൈവപുത്രൻ പൂജാതനായി? എന്തുകൊണ്ട് മറ്റേതെങ്കിലും ഒരു മാസം അത് സംഭവിച്ചില്ല? ഡിസംബർ ചൂടുപിടിച്ച് പുകയുന്ന, വരും നൂറ്റാണ്ടുകളിൽ ആഗോള താപനം കൊണ്ട് ഉരുകാൻ പോകുന്ന ഭൂമിക്ക് തണുപ്പും കുളിരും സമാശ്വാസവും പകരുന്ന മാസമാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആ കണ്ടെത്തൽ ദൈവത്തിൻ്റെ പുസ്തകത്തിലുണ്ടായിരുന്നു. വരും നൂറ്റാണ്ടുകളിൽ ഭൂമി ചൂടുപിടിച്ച് പുകയാൻ പോകുന്ന കാലങ്ങളിലും ഡിസംബർ മാസം ആശ്വാസത്തിൻ്റെയും തണുപ്പിൻ്റെയും കുളിരിൻ്റെയും സാന്ത്വനത്തിൻ്റെയുമായിരിക്കും എന്ന കണ്ടെത്തൽ. അങ്ങനെയാണ് ദൈവപുത്രൻ ഏറ്റവും മനോഹരമായ ആകാശത്ത് നക്ഷത്രങ്ങളും ഭൂമിയിൽ പുഷ്പങ്ങളും രാത്രികളിൽ നിലാവും പകലുകളിൽ പൊൻവെയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഡിസംബർ മാസത്തിൽ, ഡിസംബറിൻ്റെ അവസാന വാരത്തിൽ പൂജാതനാകാനുള്ള കാരണം 2000 വർഷങ്ങൾക്കിപ്പുറം നാം ഒക്കെ ക്രിസ്മസ് സമുചിതമായി ആഘോഷിക്കുമ്പോൾ, സ്റ്റാറുകളും പുൽക്കൂടുകളും കൊണ്ട് നമ്മുടെ വീടുകളുടെ മുൻവശം അലങ്കരിക്കുമ്പോൾ, ഹൃദയത്തിൽ നാം എന്ത് അലങ്കാരം നടത്തുന്നു? പ്രകൃതി
തയ്യാറാക്കുന്ന ഈ മുന്നൊരുക്കത്തിൽ മനുഷ്യരായ നാം എങ്ങനെ പങ്കാളികളാകുന്നു എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് സമാഗതമായ ഈ വേളയിൽ നാം സ്വയം ചോദിക്കേണ്ടത്. നമ്മുടെ എല്ലാ ഭവനങ്ങളും പുൽക്കൂടുകൾ കൊണ്ട്, വർണ്ണക്കടലാസുകൾ കൊണ്ട്, തിളങ്ങുന്ന ഗോളങ്ങളും നക്ഷത്രങ്ങളും മണികളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. നമ്മുടെ ഹൃദയം എങ്ങനെ അലങ്കരിക്കപ്പെടുന്നു എന്നാലോചിക്കുക. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ യാത്രയാണ് എന്ന് നമുക്കറിയാം. ഏതൊരു യാത്രയിലും പലതരത്തിലുള്ള അനുഭവങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകുന്നു. ഈ അനുഭവങ്ങളൊക്കെ കൂടി നമ്മുടെ മനസ്സിനെ മലീമസമാക്കുന്നു. ചെളിയും പൊടിയും അഴുക്കുമൊക്കെ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടുന്നു. ദീർഘദൂരം നടക്കുന്ന യാത്രക്കാരൻ്റെ പാദങ്ങളും ചെവിപ്പുമൊക്കെ പൊടി കൊണ്ട് മൂടപ്പെടുന്നത് പോലെ ജീവിതയാത്ര തുടരുന്ന നമ്മുടെയൊക്കെ മനസ്സും പൊടിപടലങ്ങൾ നിറഞ്ഞതായിത്തീരുന്നു. വർഷാന്ത്യത്തിൽ ഈ പൊടിപടലങ്ങൾ തുടച്ചു മാറ്റി കഴുകിയെടുത്ത് ഇനിയൊരു വർഷത്തേക്കുള്ള യാത്രയിൽ നമ്മെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ വർഷാന്ത്യത്തിലെ അവസാന ആഴ്ചയിൽ ഭൂജാതനായത്. ഈ സന്ദർഭം നമുക്ക് ആത്മശുദ്ധീകരണത്തിൻ്റെതും സ്വയം നവീകരണത്തിൻ്റെതുമായിരിക്കണം. ഇനിയും നമുക്ക് അനേകം കിലോമീറ്ററുകൾ താണ്ടാനുണ്ട്. ഇനിയും അനേകം പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നാം ചെല്ലുന്നിടത്തൊക്കെ ചെറിയൊരു മെഴുകുതിരിനാളമെങ്കിലുമായി ജ്വലിക്കേണ്ടതുണ്ട്. നാം കടന്നു ചെല്ലുന്ന മനസ്സുകളിലൊക്കെ ഡിസംബറിൻ്റെ കുളിരും മഞ്ഞും സാന്ത്വനവും നിറയ്ക്കേണ്ടതുണ്ട്. നമ്മുടെ വാക്കുകൾ ഈ ക്രിസ്മസ് നക്ഷത്രങ്ങൾ പോലെ ജ്വലിക്കുന്നവയാക്കി തീർക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് സാധിക്കണമെങ്കിൽ ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ പിറന്ന ദൈവപുത്രൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച് ആത്മശുദ്ധീകരണം സാധ്യമാകണം. ഭൗതിക ജീവിതത്തിൽ നാം ഏർപ്പെടുന്ന മതമത്സരങ്ങളിൽ, കാമക്രോധങ്ങളിൽ, പകയും വിദ്വേഷവും വിരോധവും അസൂയവും കലർന്ന നിരവധി ഏർപ്പാടുകളിൽ നമുക്ക് സംഭവിക്കുന്ന മാലിന്യം അത്രയും കഴുകിക്കളയാൻ സാധിക്കണം. അതിനുശേഷം വേണം 6 നാളുകൾക്കപ്പുറം വരുന്ന പുതുവർഷത്തെ വരവേൽക്കാൻ. അപ്പോൾ ദൈവപുത്രൻ ഭൂജാതനായ ഡിസംബർ 25 അടുത്ത വർഷത്തേക്കുള്ള പ്രവേശനത്തിനുള്ള യഥാർത്ഥ തയ്യാറെടുപ്പാണ് നമുക്ക് നൽകുന്നത്. സ്വയം ശുദ്ധീകരിക്കുക, മനസ്സിൽ നൈർമല്യവും വിനയവും നിറയ്ക്കുക, ദൈവത്തിന് മുൻപിൽ സ്വയം സമർപ്പിക്കുക, മെഴുകുതിരി ജ്വാലകളാവുക, നക്ഷത്രങ്ങളാവുക, പുൽക്കൂട് കാണുന്നവന് ലഭിക്കുന്ന സന്തോഷം നമ്മെ കാണുന്നവർക്ക് ലഭിക്കാൻ അവസരമൊരുക്കുക. കിഴക്ക് നിന്നെത്തിയ രാജാക്കന്മാർ ദൈവപുത്രനായ ശിശുവിൻ്റെ മുൻപിൽ, നവജാത ശിശുവിൻ്റെ മുൻപിൽ താണു വണങ്ങിയപ്പോൾ അവർക്ക് ലഭിച്ച ആനന്ദം നമ്മുടെ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ മുഴുവൻ ആളുകൾക്കും കൊടുക്കാൻ സാധിക്കുക. വളരെ ഹ്രസ്വമായ മനുഷ്യ ജീവിതം നന്മകൾ കൊണ്ട് നിറയ്ക്കണമെന്ന സന്ദേശം കൂടിയാണ് ദൈവപുത്രൻ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. 70, 80, 100 വർഷം അവിടുന്ന് ഭൂമിയിൽ ജീവിച്ചില്ല. വളരെ ചെറിയൊരു കാലം മാത്രമാണ് അവിടുന്ന് ഭൂമിയിൽ ചെലവഴിച്ചത്. പക്ഷെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇനി വരാൻ പോകുന്ന 1000 ആണ്ടുകളിലെ മുഴുവൻ ആളുകൾക്കും സാന്ത്വനവും സുഹൃതവും നൽകാൻ പോകുന്ന ജീവിതം അവിടുന്ന് നയിച്ചു. ഇതിലധികമായി മറ്റൊരു സന്ദേശം നമുക്ക് നൽകാനില്ല എന്നോർമ്മിക്കുക. ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ചിന്ത കൊണ്ടും നന്മ നിറയ്ക്കാൻ ശ്രമിക്കുക. ഈ ക്രിസ്മസ് നമുക്കൊക്കെ അവിസ്മരണീയമായ നന്മയുടെ പുനർനവീകരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ മനുഷ്യരായി 2015 ജനുവരി മാസം 1-ാം തീയതിയിലേക്ക് ഉണർന്നെഴുന്നേൽക്കാനും
വീണ്ടും ഒരു 365 ദിവസം കൂടി ഭൂമിയിൽ വെളിച്ചം നിറയ്ക്കാനും അങ്ങനെ സ്വർഗത്തിൽ മഹാപിതാവിൻ്റെ മുൻപിൽ